Q Developers Comedy Super Night 2. അതിരുകളില്ലാത്ത ചിരിക്കാഴ്ചയിൽ പങ്കാളിയാവാൻ നിങ്ങളെയും ക്ഷണിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കണ്ടംകുളത്തി കുങ്കുമ ചന്ദനാദി ഫെയർനെസ് ഓയിൽ കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ കോൺഫിഡന്റ് ഗ്രൂപ്പ്. കോമഡി സൂപ്പർ നൈറ്റ് 2 ൽ ഇന്നത്തെ അതിഥികൾ മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ നായകനായി അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമ CIA-യുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നു ഈ സിനിമയിലെ നായികമാരായ താരസുന്ദരികൾ. ഏറെ സ്നേഹത്തോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. കാർത്തിക ആൻഡ് ചാന്ദിനി. Cansados de viajar, con mucho frío, hambre y ganas de llegar. Ven, andamos tanto y quiero descansar. Pon unas brasas para calentar y dar. Tanto viajar y al fin a descansar. Tanto de andar y al fin a nuestro hogar. Tanto viajar y al fin a descansar. Tanto de andar y al fin a nuestro hogar. വാനം തിളത്തിളക്കണ ഭൂമി പറപ്പറക്കണ ലോകം അതിരലിയണ കാലമിത് ദൂരം അരികരികിൽ വേഗം ചിറകടിയിൽ മാറി തിരക്കിൽ ഗതിവിഗതി रब्बा मेरे रब्बा रब्बा मेरे रब्बा रब्बा मेरे रब्बा वही है मेरा जन्नत रब्बा मेरे रब्बा रब्बा मेरे रब्बा रब्बा मेरे रब्बा वही है मेरा जन्नत. ഹായ് ചാന്ദിനി. കോമഡി സൂപ്പർ നൈറ്റ്. ഹായ്. ചാന്ദിനി ഇവിടെ മുന്നേ വന്നിട്ടുണ്ട്. രണ്ടുപേർക്കും മലയാളം നന്നായിട്ട് മനസ്സിലാവല്ലോ അല്ലേ? നന്നായി പറയാനും അറിയാം. നന്നായിട്ട് സംസാരിക്കാനും അറിയാം. എന്താണ് CIA? കോംറാഡ് ഇൻ അമേരിക്ക. സഖാവ്, അമേരിക്കയിലെ സഖാവ്. സഖാവ് പോലെയല്ല, പോളിറ്റിക്സ് അല്ല. Politics ഇല്ല. കോംറാഡ് പറയുന്ന ഒരു റീസൺ ഉണ്ട്. അത് പോളിറ്റിക്സ് ബേസ്ഡ് അല്ല. കോംറാഡ് എന്ന് പറയുമ്പോൾ സോൾജർ എന്ന് പറയല്ലോ, സമൺ ഓൺ എ മിഷൻ. ഓക്കെ, അപ്പൊ ഒരു മിഷൻ ഉണ്ട്. അതെ, ആ മിഷനാണ് ആ സിനിമയിൽ നമ്മൾ പ്രധാനമായിട്ട് കാണിക്കുന്നത് അല്ലേ? എന്താണ് ചാന്ദിനിയുടെ ക്യാരക്ടർ? എൻ്റെ ക്യാരക്ടറിന്റെ പേര് പല്ലവി എന്നാണ്. പല്ലവി ഇങ്ങനെയല്ല, പല്ലവി കംപ്ലീറ്റ് ടോംബോയ് ആണ്. പല്ലവിയും ഒരു മിഷനിലാണ്. സോ ഷീ ഈസ് ഓൾസോ എ കോംറാഡ്. എല്ലാവർക്കും ഓരോ മിഷൻ ഉണ്ട്. അതെ അതെ, ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഓരോരുത്തർ ട്രാവൽ ചെയ്യുന്നത്. സോ ആ ഒരു ട്രാവലിലാണ് ദുൽഖറിന്റെ ക്യാരക്ടറായിട്ട് ജോയിൻ ചെയ്ത് പോകുന്നത്. കാർത്തിക. എന്റെ ക്യാരക്ടറുടെ പേര് സാരയാണ്. സാര ദുൽഖറുടെ പ്രേമിക. പ്രേമിക. അതെ, സാര ദുൽഖറിനെ പ്രേമിക. പ്രേമിക്കാന്നല്ല, പ്രേമിക. പ്രേമിക. ലവർ. പ്രേമിക്കാന്ന് ഞാൻ കേട്ടെ. ഞാൻ വിചാരിച്ചു സാര ദുൽഖറിനെ പ്രേമിക്ക ആണ്. സാരയും ദുൽഖറും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലായിരുന്നു. സാറയും അജീവല്ലേ? സാരിയും അജിയും. ആ, അജീവാണ്. നമ്മൾ ആദ്യം ദുൽഖറെ പ്രേമിച്ചു പോവല്ലോ. അതാരായാലും പ്രേമിച്ചു പോവല്ലോ അല്ലേ? അതിന്റെ ഒരു ഇതിൽ പറഞ്ഞു പോയതാ. കുഴപ്പമില്ല. കാർത്തിക എവിടെയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ? എവിടെ? നമ്മുടെ ഈ കേരളത്തിലാണ്, കുഞ്ഞു കേരളത്തിലാണ്. ഞാൻ ജനിച്ച കേരളത്തിലാണ്. ജനിച്ച കോട്ടയം. എൻ്റെ അമ്മ വീട് ഏനാദി, വൈക്കം ഏനാദിയിലാണ്. പിന്നെ അവിടെ നിന്ന് ഒരു 6 മാസം ആയിരുന്നപ്പോൾ എന്നെ ബോംബെയിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ 19 years ബോംബെയിലാണ് ഞാൻ വളർന്നത്. ഇങ്ങനെ വെക്കേഷനിൽ ഒരു മാസത്തേക്ക് തിരിച്ച് കേരളത്തിലോട്ട് വരും. ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠിക്കുക 2 വർഷമായിട്ട്. അപ്പൊ പിന്നെ വളരെ നല്ല ബന്ധമുണ്ട്. പിന്നെ അത് മാത്രമല്ല, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വളരെ പ്രശസ്തനായിട്ടുള്ള ക്യാമറാമാൻ CK മുരളീധരന്റെ മകളാണ് കാർത്തിക. ഒരുപാട് നല്ല സിനിമകൾ, ഹിന്ദി സിനിമകളൊക്കെ, അതായത് 3 Idiots, മുന്നാബാ, MBBS തുടങ്ങി അതുപോലെയുള്ള ഒരുപാട് നല്ല സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകള് സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നു നായികയായിട്ട്. എന്താണ് ഫീൽ ആയത് പിന്നെ നായികയായിട്ട് വിളിച്ചപ്പോ? ഈ എക്സൈറ്റ്മെന്റ് അപ്പോഴും ഉണ്ടായിരുന്നു അല്ലേ? എക്സൈറ്റ്മെന്റ് ഇപ്പോഴും മുഖത്തുണ്ട് കേട്ടോ കാർത്തികന്റെ. ഭയങ്കര, അത് ഇപ്പോഴും എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ ആദ്യമായിട്ടല്ല, സെറ്റിൽ ആദ്യമായിട്ടല്ല കയറണത്. പക്ഷെ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കണത്. അതുകൊണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആ ക്രൂ ഒരു 200 ആൾക്കാർ ഒരേ സ്ഥലത്ത് ഒരേ ഒരു മിഷന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ടോട്ടലി എല്ലാവരുടെ ഒരു മിഷനാണ്. ഞങ്ങൾ എല്ലാവരും സോൾജേഴ്സായി മാറിയിരിക്കുവാണ് പടം കഴിഞ്ഞ്. ബട്ട് ആ ഗ്രൂപ്പിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാകുക, I was really happy to do it and അങ്ങനത്തെ ഒരു opportunity കിട്ടിയത് നല്ലല്ലേ. ചാന്ദിനി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്
ദുൽഖർ സൽമാന്റെ നായികയായിട്ട് അഭിനയിച്ചു. ഞാൻ അമൽസറിനെ മീറ്റ് ചെയ്തത് ഈ സിനിമയ്ക്ക് വേണ്ടി മീറ്റ് ചെയ്ത് ഡാർവിന്റെ പരിണാമത്തിന്റെ ഷൂട്ട് തീരുന്നതിന് മുന്നേ മീറ്റ് ചെയ്തിരുന്നു. അപ്പൊ അമൽസറിനെ മീറ്റ് ചെയ്ത് അപ്പളേ പറഞ്ഞിരുന്നു ദുൽഖർ ആയിരുന്നു ഹീറോ. ആളുടെ സിനിമകളൊക്കെ ഇഷ്ടമാണ്. സോ ആൾ ചെയ്യുന്ന ഒരു സിനിമയുടെ ടൈപ്സ് ഉണ്ട്. അപ്പം ഇറ്റ്സ് ഓൾവേസ് എന്റർടൈനിങ്. അപ്പൊ അപ്പളേ കഥ പറഞ്ഞിരുന്നു. അപ്പം എങ്ങനെയാണ് എൻ്റെ ട്രാക്ക് പോവുക, എങ്ങനെയാണ് ദുൽഖറിന്റെ ക്യാരക്ടറിന്റെ കൂടെ പോകുന്നതൊക്കെ ഐ വാസ് ലൈക്ക് ഓക്കെ ഇറ്റ്സ് ഡിഫറെന്റ്. പിന്നെ ഞാൻ മീറ്റ് ചെയ്ത് തന്നെ അമേരിക്കയിലെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്തത്. മീറ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് ലൈക്ക് കൊല്ലങ്ങളായി അറിയുന്ന ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നത്. ഇറ്റ്സ് വെരി ഫ്രണ്ട്ലി. അപ്പോൾ തന്നെ വി ക്ലിക്ക്ഡ് ആൻഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ഡെയിലി ഇവൾ പറഞ്ഞ 200 ആൾക്കാരുണ്ടായിരുന്നു. നമ്മളവിടെ ഒരു 20 ക്രൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. സോ ദർ വാസ് എ ഡിഫറൻസ്. ഒരു ഫാമിലീൻ്റെ കൂടെ എപ്പോഴും രാവിലെ പോകുന്ന സ്റ്റേ ഒരേ ഹോട്ടലാണ് നിൽക്കുന്നത്. അപ്പം എല്ലാവരും പോയി വരാം, എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. അതുപോലെ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. 2 years ബാക്ക് കാർത്തികയുടെ അച്ഛന്റെ ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് മകൾ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച സമയത്ത് മകള് പറഞ്ഞു, ഈ കാർത്തിക ഇതേ നിൽക്കുന്ന ഈ നായിക തന്നെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്, ദുൽഖർ സൽമാന്റെ നായികയായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന്. ആ സമയത്ത് ഐ വാസ് ദ ന്യൂ ഫൗണ്ട് ദുൽഖർ ഫാൻ. പടമൊക്കെ കണ്ടിങ്ങനെ എല്ലാ ടീനേജ് ഗേളുടെ ഒരു ഡ്രീം അല്ലേ ദുൽഖർ സൽമാൻ. ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഇറ്റ്. സോ അപ്പം ആ സമയത്ത് എന്നോട് ചോദിച്ചു പടമൊക്കെ ചെയ്യണം, അങ്ങനെ കമേഴ്ഷ്യൽ. ദുൽഖർ സൽമാൻ കിട്ടിയാ ചെയ്യാം. ചുമ്മാ പറയും എനിക്ക് ഷാരൂഖ് ഖാൻ കിട്ടിയാ ഞാൻ ചെയ്യാന്ന് പറയുന്ന പോലെ. എന്നാലും ഷാരൂഖ് ഖാന്റെ പടം കിട്ടൂലല്ലോ. പറയാൻ പറ്റില്ല. കാർത്തിക എന്ന് പറഞ്ഞാലും നടക്കുന്നതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. കാരണം 2 years ബാക്ക് അങ്ങനെ പറഞ്ഞിട്ട് ദുൽഖർ സൽമാന്റെ നായികയായിട്ട് 2 years കഴിഞ്ഞപ്പോ അഭിനയിച്ചു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഷാരൂഖ് ഖാന്റെ നായികയായിട്ട് കിട്ടിയാ ഞാൻ ഹിന്ദി ചെയ്യും. അപ്പോൾ 3 വർഷം കഴിഞ്ഞ് കോളേജിന്റെ ഫസ്റ്റ് ഇയറിന്റെ ലാസ്റ്റ് ദിവസത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനത്തെ പടമാണ്. അപ്പോഴും അറിയാൻ മേല, ഫോട്ടോ ഒക്കെ അയച്ചു. ബോംബെയിലെത്തി അച്ഛൻ്റെ കൂടെ കാറിലിരുന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞ അല്ല ഒരു അമൽനീര ദുൽഖർ സൽമാന്റെ പടമുണ്ട്, ഇത് ചെയ്യണോ? ബസ് ഞാൻ പറഞ്ഞു ഡൺ. ഡയറക്ട്ലി അവിടുന്ന് വണ്ടി മോളിലോട്ട് പോയി ഉടുപ്പും തുണിയും ലൈക് മേക്കപ്പും ഒക്കെ വാങ്ങിച്ച അടുത്ത ഫ്ലൈറ്റ് ഞാൻ കൊച്ചി എത്തി. എന്തായാലും മൂവി നല്ല സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളത്തിലെ ദുൽഖർ സൽമാൻ ഫാൻസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡയറക്ടർക്ക് ഭയങ്കരമായിട്ട് ഓഡിയൻസ് വളരെ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ഡയറക്ടറാണ്. എങ്ങനെയായിരുന്നു സെറ്റ് ഡയറക്ടർ? അമൽ സർ എന്ന് പറയുമ്പം ഡയറക്ടറാണ് ആൻഡ് ആസ് പ്രൊഫഷൻ ഹീസ് എ സിനിമാറ്റോഗ്രാഫർ. ഇതിൽ രേണു ചേട്ടനാണ് DOP ആയിട്ട് ചെയ്തത്. രേണു ചേട്ടൻ അമൽ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ രേണു ചേട്ടൻ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇപ്പം ഡയറക്ടറായിട്ടാണെങ്കിലും സാറിന് ഇങ്ങനെ എല്ലാം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നോക്കിയാൽ തന്നെ അറിയാം. ഇപ്പം സിനിമയിലെ എൻ്റെ കോസ്റ്റ്യൂംസ് കണ്ടാൽ അത് ഞാൻ ഇട്ടിട്ട് വെറുതെ നിന്നാൽ യുൽ ബി ലൈക്ക് പക്ഷെ അത് എല്ലാ ബാക്ക് പാക്ക് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ആ ലുക്ക് ഇസ് ലൈക്ക് വെരി നൈസ്. പക്ഷെ നമ്മൾക്ക് തോന്നില്ല രസം ഉണ്ടാവും. ക്യാമറയിൽ വരുമ്പോഴത്തേക്ക് അത് ആ സാറിന് വിഷ്വൽ കാരണമാണ്. സോ പിന്നെ കുറേ ലെൻസിനെ പറ്റിയൊക്കെ പഠിക്കാൻ പറ്റി. ഞാൻ ഇങ്ങനെ അടുത്ത് പോയി നിൽക്കും. അപ്പോൾ ക്യാമറേൻ്റെ ടെക്നിക്കൽ ഇതൊക്കെ വേർഷനൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അറിയാത്ത കാര്യമൊക്കെ അറിയാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ ചോദിക്കുക അത് എന്ത് ലെൻസാണ്, ബിക്കോസ് അത് കാണാൻ നല്ല രസമുണ്ടാവും. കാണാത്ത കുറേ കാര്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ കുറേ പഠിക്കാൻ പറ്റി. അപ്പോൾ CIA എല്ലാരും കണ്ടു എന്നറിയാം, കാണാത്തവരുണ്ട്. അപ്പൊ കാണാത്തവർ നിങ്ങൾക്ക് ആ ടീച്ചർ കാണണ്ടേ? മനോജ് സാർ മഹാരാജ് കോളേജിൽ പഴയ KSQക്കാരനായിരുന്നല്ലേ? അവിടുത്തെ SFI പിള്ളേർ റെഡി അവസാനത്തേതാണെന്ന് കരുതരുത്. അതുപോലെ ഈ സിനിമയിൽ വളരെ നല്ല പാട്ടുകളാണുള്ളത്. നിങ്ങൾ രണ്ടുപേരും സെറ്റിൽ ആ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അല്ലേ? അത് അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. അറിഞ്ഞല്ലോ, അതല്ലേ നമ്മൾ പറഞ്ഞത്. അവിടെ സെറ്റിൽ ഇരുന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ പാട്ടൊക്കെ പാടിയിരിക്കാറുണ്ട്. ദുൽഖർ പാടിയ പാട്ട്. അപ്പൊ ആ പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പാടിയാലോ? ഭൂമി പരപരയ്ക്കുന്ന ലോകം അതിരളിയണ കാലമിത്. ദൂരെ അരികരികില് വേഗം ചെറുകടിയില് മാറി തിരുത്തിരികില് ഗതി ഗതി അതിമായല്ലേ പറക്കല്ലേ സഞ്ചാരി തുമ്പി ഭൂമിയിലോരമാല ചുറ്റി വരാന ചെമ്മാനത്തോപ്പ്. താങ്ക് യു സോ മച്ച്. ഇനി പാടി എനിക്ക് ലിറിക്സ് ഓർമ്മയില്ല. ദുൽഖർ കൊല്ലുമല്ലേ? നമസ്കാരം. 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 ഹായ്. മിമിക്രി ആർട്ടിസ്റ്റാണ് രാജേഷ് കുമ്പളാംപൊയ്ക.
രാജേഷ് കോമഡി ഉത്സവം ഫെയിമാണ് ഞാൻ. കോമഡി ഉത്സവോ? അതെ, കോമഡി ഉത്സവം ഫെയിം. ഇല്ല കള്ളം പറയുന്നു. കോമഡി ഉത്സവത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോമഡി ഉത്സവത്തിൽ? കോമഡി ഉത്സവം ഓഡിഷൻ ഫെയിം. എന്താ ഓഡിഷൻ ഫെയിം? ഓഡിഷൻ ഫെയിമോ? അതെ, ഓഡിഷൻ ഫെയിൽ ഫെയിം. ഓഡിഷന് വന്നു ഫെയിൽ ആയി, ഓഡിഷന് വന്നിട്ട് ഫെയിൽ ആയി, അങ്ങനെ ഫെയിം ആയി. അത് സംഭവിക്കും. പിന്നെ ഫ്ലെക്സ് അക്കൗണ്ട് വീടിന്റെ അടുത്ത്. ആ. അല്ല, എനിക്കിപ്പോഴാ മനസ്സിലായത്. കറക്റ്റ്. ചേട്ടൻ ലാലേട്ടന്റെ ശബ്ദമൊക്കെ ചെയ്യുന്ന എനിക്കറിയാം ആണ്. അങ്ങനെ പറയുന്നുണ്ട് പലരും, പക്ഷേ ഞാൻ ചെയ്യാറില്ല. അയ്യോ, അത് മാത്രമല്ല, മമ്മൂക്കാന്റെ ശബ്ദം അറിയാം. മേലെടുത്ത് രൗണ്യാര് ചെറ്റ തന്നെയാ എന്നും പറഞ്ഞ് ഞാൻ മമ്മൂട്ടിയുടെ സൗണ്ട് ഒന്നും പറയാറില്ല. ജയൻ സാറിന്റെ അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം എനിക്കറിയാം. ആരാണ് ഈ വേണ്ടതിനുമെല്ലാം കുട്ടിക്ക് പറഞ്ഞു തന്നത്? ഉദ്ദേശം കാണാനാണോ? ഇവിടെ CIA സിനിമയുടെ. അതെ, CIA. അതെ, ഞാൻ സിനിമ കണ്ടായിരുന്നു. നല്ല സിനിമ. ശരി, സിനിമയേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ അമേരിക്കയിൽ പോകുന്ന ഒരു വഴി പറയുന്നുണ്ടല്ലോ അതില്. അത് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ 2 പ്രാവശ്യം അമേരിക്കയിൽ വിസ കൊടുത്തു, എനിക്ക് കിട്ടിയില്ല. അയ്യോ, കഷ്ടമായി. അപ്പൊ ഈ മെക്സിക്കോ വഴി അമേരിക്കയിൽ പോകാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞു. അത് എങ്ങനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം എന്ന് അറിയാൻ വേണ്ടി വന്നു. ഉടായ്പ വഴി അന്വേഷിച്ചു പോണേ. പോയാ പോരെ? വിസ കിട്ടുന്നില്ല. ഈ മെക്സിക്കോ വഴിയാകുമ്പോ പെട്ടെന്ന് പോവാന്ന് പറയുന്നത്. അതൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതായത് എന്റെ ഭാര്യ ഞാൻ എവിടെ ചെന്നാലും അവൾ എന്റെ കൂടെ വരും. ഒരു ലൊക്കേഷൻ ചെന്നാൽ അവിടെ കൂടെ വരും. ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പോയി അവൾ കൂടെ. അവളെ കാരണം എനിക്ക് സിനിമയിൽ അഭിനയിക്കാണെന്നല്ല, ഒരു സ്റ്റേജിൽ പോലും മര്യാദയ്ക്ക് കയറാൻ പറ്റില്ല. സ്നേഹം കൊണ്ടാ. അവളെന്റെ കൈ കെട്ടി അവളെ തലമണ്ടയടിച്ച് കയറി. ഇന്ന് പ്രോഗ്രാം ഉള്ളതല്ലേ, പോകണ്ടേ? പ്രോഗ്രാം നിന്നോട് ആടി തള്ളിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. വീട്ടിൽ എവിടെ പോയാലും ഞാൻ വരും. എനിക്ക് വിട്ടുപിരിഞ്ഞിരിക്കാൻ വയ്യ. അയ്യോ, ഇത് മറ്റാ CPI കാരല്ലേ? CPM ആണോ? CPM അല്ല, CIA. ആ, CIA ഏപ്പടാണോ? അയ്യോ, അത് ഞാൻ ആണോ? എന്നാ ഞാൻ കാണാൻ കേട്ടോ. എന്തായാലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആ പടം കാണാതിരിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടിരിക്കും. അതായത് ചേട്ടന്റെ പുറകെ എങ്ങനെ നടക്കണേ? ആരെങ്കിലും റാഞ്ചിക്കൊണ്ട് പോയാലോ ഈ ഏട്ടനെ? ഇത് അങ്ങനെ പറയും. എന്നെ എങ്ങനെയെങ്കിലും നശിപ്പിക്കും, അതാണ് അവളെ ലക്ഷ്യം. അങ്ങനെയൊന്നും അല്ല. എനിക്ക് ഏട്ടനില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഒന്നാമത് പ്രേമിച്ച് കല്യാണം കഴിച്ചു. അത് ചേട്ടൻ ഓർക്കണം കേട്ടോ. അയ്യോ, ഒന്നും പറയണ്ട, ഒന്നും പറഞ്ഞു കൊടുക്ക്. നമ്മുടെ പ്രേമം ആരോടാണ് അതിനൊരു കടപ്പാടുള്ളത്? എനിക്ക് കടപ്പാട് കുർള എക്സ്പ്രസിനോടാണ്. അതിനോടാണ് എനിക്ക് കടപ്പാട്. മനസ്സിലായി ചേട്ടാ. എനിക്ക് അതിന്റെ ബിഹൈൻഡ് സ്റ്റോറി എനിക്കറിയാം. ഞാൻ പറയട്ടെ. ചേട്ടൻ കുർള എക്സ്പ്രസിന് തല വെച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി. അവിടെ നമ്മുടെ ചേച്ചി വന്നു, എന്നിട്ട് രക്ഷപ്പെടുത്തി നിങ്ങൾ പ്രണയത്തിലായി കല്യാണം കഴിച്ചു. അയ്യോ, അങ്ങനെയൊന്നും അല്ല സംഭവം. ഞാൻ ഒരു മിമിക്രിക്കാരനാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലേഡീസ് ആരാധകരുണ്ട്. അപ്പൊ ഒരു ഡെയിലി എനിക്ക് മെസ്സേജ് അയക്കുന്നു, വാട്സപ്പിലൂടെ മെസ്സേജ്. അപ്പൊ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിൽ പിറന്ന സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണം. അങ്ങനെ ഒരു ദിവസം എനിക്ക് ബോംബെയിൽ ഒരു പരിപാടി കിട്ടി. അങ്ങനെ ഞാൻ കുർള എക്സ്പ്രസിനകത്തോട്ട് കയറിയതും എന്റെ ജീവിതം തകിടം മറിഞ്ഞു. അതായത് ഈ ബാത്റൂമിനകത്തോട്ട് ഞാൻ കയറിയപ്പോൾ അവിടെ ഒരു നമ്പർ എഴുതി വെച്ചേക്കും. ഇഫ് യു ഡോണ്ട് മൈൻഡ് യു ഹാവ് ടൈം, പ്ലീസ് കോൾ മീ. ഈ നമ്പർ എഴുതി വെച്ചേക്കും. അപ്പൊ എന്റെ ഈ ഇംഗ്ലീഷ് എല്ലാം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഏതോ വിദ്യാഭ്യാസമുള്ള സുന്ദരി ആയിരിക്കും ഈ നമ്പർ എഴുതി വെച്ചത്. അങ്ങനെ ഒരു മിസ് കോൾ അടിച്ചതാണ്. അപ്പ കൂടെ ഇറങ്ങി വന്നു. നീ ഇറങ്ങിപ്പോ, നീ ഇറങ്ങിപ്പോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. വരില്ല, വരില്ല. നീ ഇറങ്ങിപ്പോടി. ഏട്ടനില്ലാണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അതല്ലേ അവിടെ അങ്ങനെ ഇറങ്ങി പോടി, എന്നെ നശിപ്പിക്കാൻ വേണ്ടി. അല്ല ചേച്ചി, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ചേട്ടൻ സ്റ്റേജ് ഷോകളിലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചേട്ടനെ ശല്യപ്പെടുത്തുന്ന എന്റെ ചേട്ടൻ ഏത് സ്റ്റേജ് ഷോയിൽ പോയാലും ഞാൻ പോകും. കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് പോകാനില്ല. ചേട്ടാ ഒരു ആർട്ടിസ്റ്റ് ആണ് എന്നിട്ടാണ് ഇങ്ങനെ പറയണേ? പിന്നെ ആർട്ടിസ്റ്റ് ആവുമ്പോൾ സ്റ്റേജിൽ വരാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഞാൻ ആങ്കർ ചെയ്യും, അഭിനയിക്കും. ഇപ്പൊ ഞാനൊരു ഡ്രാമ ചെയ്തോണ്ടിരിക്കുകയാണ്, നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തനാപുരത്തെ പതിവ്രത.
നല്ല നാടകമാണ്. പിന്നെ ഞാൻ ആങ്കർ ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ കോമഡി സൂപ്പർ നെറ്റിൽ എന്നെയാണ് ആദ്യമായിട്ട് ആങ്കർ ചെയ്യാൻ വിളിച്ചത്. മദനമോഹനോ മിഥിലെ എന്ത് രാജനോ അതല്ല, അപ്പൊ പുള്ളിനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഞാനിവിടെ ചെയ്യേണ്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു ഗസ്റ്റുകൾ വരും, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കണമെന്ന്. ഞാൻ നോക്കിയപ്പോ എനിക്ക് ചെയ്യാനൊന്നും ഇല്ല അതില്. അത് എനിക്കതിൽ ടോപ്പിലുള്ള സംഭവങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ചെറുതല്ലേ. അപ്പൊ ഞാൻ അങ്ങനെയാണ് കുട്ടിയുടെ നമ്പർ കൊടുത്തത്. ഓർക്കുന്നുണ്ടോ ആവോ? ചേച്ചി അങ്ങനെ ഒരു ഇത് സംഭവിച്ചതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. ഓർത്താ മതി. എങ്ങനെയെങ്കിലും എനിക്ക് അമേരിക്കയിൽ മെക്സിക്കോ വഴി പോകാം. പക്ഷെ ചേട്ടാ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ചേട്ടന് ലാലേട്ടന്റെ ഒരു കട്ടുണ്ട്. അയ്യോ, കട്ടയ്ക്ക് മാത്രമല്ല നല്ല കല്ലിനെറി കിട്ടും. പിന്നെ മത്തലിപൊടി വളച്ചു വാരി മനുഷ്യനെ വലത്തിട്ടടിക്കും. എന്തൊക്കെ ദ്രോഹമാണ് ആൾക്കാർ ചെയ്യണത്. കട്ട മാത്രമല്ല, എവിടെ ചെന്നാലും എന്നെ നശിപ്പി ഒന്ന് പോന്നി. എങ്ങ വാ, ഞാൻ വരിയില്ല. എങ്ങ വാ, വരിയില്ല. എങ്ങ വരാൻ വരിയില്ല, വരിയില്ല. ഓയാ കമാൻ ബേബി, ഓയാ കമാൻ ബേബി, ഓയാ ഒന്ന് ഇറങ്ങി പോടി. ഞാൻ പോവൂല, ഏട്ടനെ കൊണ്ട് ഞാൻ പോവൂ. എന്തായാലും ചേച്ചി ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ചേട്ടൻ ഒരു ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും സ്റ്റേജിൽ പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഏട്ടൻ മോഹൻലാൽ ചെയ്യുമ്പോ ഞാനാണ് സിൽക്ക് സ്മിതയുടെ വേഷമൊക്കെ. ഞങ്ങൾക്കത് കാണണം. അയ്യോ, എന്തിനാണ് വെറുതെ. ഞങ്ങൾക്കത് കാണട്ടെ. രണ്ടുപേർക്കും കാണണം. പ്ലീസ് ചേട്ടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. കൊഞ്ചടി 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 ഞാറ്റുമുട്ട്. അതെന്നത് വേള കൊഞ്ചടി 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 ഞാറ്റുമുട്ട്. മറ്റുള്ള പെണ്ണുങ്ങളൊക്കെ അഴിഞ്ഞാടുമ്പോ എനിക്ക് സങ്കടമുണ്ട്. ഏതായാലും എന്റെ ഏട്ടൻ മോഹൻലാലിനെയൊക്കെ കാണിച്ചതല്ലേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പെർഫോം ചെയ്തതല്ലേ. അപ്പൊ ഏതായാലും ഏട്ടൻ ആ വിഷം കൊടുത്തിരുന്ന പോകായിരുന്നു. അമേരിക്ക പോകാനുള്ള വിഷം അല്ലേ? ഈ പോകുന്നതിനൊരു സംഭവം ഉണ്ടല്ലോ. വിസ, അതിന് വിസ അത് കൊടുക്ക്. വിസ അടിച്ചു തന്നിരുന്നെങ്കിൽ. വിസ എനിക്ക് അടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ CIA മുന്നത്തെ കൊല്ലം റിലീസ് ആയിട്ടുണ്ടാവും. വിസ കിട്ടാൻ ഭയങ്കര കഷ്ടമാണ്. അതിനൊരു വഴി മെക്സിക്കോ വഴി പോണം, എന്നാലേ അവിടെ എത്താൻ പറ്റും. അതാണ്. അല്ല, അതിന് അമേരിക്ക പോവാൻ വേണ്ടി പാസ്പോർട്ടും ഒക്കെ ഉണ്ടോ? പാസ്പോർട്ട് ഇല്ല. എനിക്ക് ഇന്നോ നാളെയോ പാസ്പോർട്ട് കിട്ടും. അതായത് ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതായത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഇന്നോ നാളെയോ, എനിക്ക് തോന്നുന്നു ഇന്നോ നാളെ വീട്ടിൽ വരുമോ. അയ്യോ, വന്നിരുന്നില്ല രണ്ടുപേര്. പാസ്പോർട്ട് വെരിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, അപ്പൊ ഉടനെ പാസ്പോർട്ട് കിട്ടും. ഏട്ടന്റെ പഴയ അതിലുള്ള ഫോട്ടോയിൽ എന്റെ വേറെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ചേട്ടൻ ആ ഫിഗർ ചെയ്യുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ മൻസൂർ അലിഖാന്റെ, തോക്കൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നേ, അത് ഞാൻ അടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു ഈ തീവ്രവാദിയാണോ അമേരിക്ക പോകാൻ പോണെന്നൊക്കെ ചോദിച്ചു. ഞാനോട് തമാശ ആയിരിക്കും. അത് വലിയ സംഭവം ഉണ്ടോ? പ്രശ്നമുണ്ടോ? പോലീസ് പോയാ? പോലീസിനെ കാണിച്ച് എന്നെ തൊലയ്ക്കാൻ വേണ്ടി എന്റെ പാസ്പോർട്ട് പോയി. ഇറങ്ങിപ്പോടി, വിഷം കിട്ടില്ല. ഇറങ്ങിപ്പോടി. കമാൻ ബേബി, കമാൻ ബേബി. അമ്മൂമ്മേരെ കമാൻഡർ ഇറങ്ങി.